അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഖത്മുൽ ഖുർആന്റെ 38ാമത്തെ ക്ലാസ് ആണ്. പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ് റാഇന്റെ നിയമങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്ന റാഇന്റെ നിയമങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആ കൺഫ്യൂഷനൊക്കെ ഒന്ന് തീർക്കാം. കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുമ്പുള്ള വീഡിയോകളൊക്കെ ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മുമ്പുള്ള വീഡിയോകൾ മുഴുവനും നിങ്ങൾക്ക് അയച്ചു തരികയും, അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا. إن شاء الله നമ്മുടെ മറ്റുള്ള നിയമങ്ങളൊക്കെ വളരെയധികം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തുടക്കത്തിലുള്ള ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കേൾക്കുക. ആ ക്ലാസ് കേൾക്കുമ്പോൾ വളരെയധികം നമുക്ക് ഈ ക്ലാസ്സുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ഖത്മ് തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്ന എത്ര പ്രാവശ്യമാണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ ക്ലാസ് തീരുന്നതോടുകൂടെ ഖത്മ് തീർക്കാൻ സഹായിക്കും. മദ്ദുകള് ശബ്ദകൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. മദ്ദുകൾ അതുപോലെ തന്നെ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കൊടുക്കണം. നീട്ടാനുള്ള സ്ഥലം ഹാ താ, അതുപോലെ തന്നെ തെൻവീൻ ഫത്ഹ്, ഈ 3 സ്ഥലമല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവസാനത്തിൽ അക്ഷരത്തിന് സുക്കൂനാണ് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് യാ അയ്യുഹല്ലദീൻ, നൂനിന് സുക്കൂൻ കൊടുത്തു അല്ലേ. യാ അയ്യുഹ, അവിടെ നീട്ടാനുണ്ട്, അലിഫാണ്. അപ്പൊ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തൻവീൻ ഫത്ത് അല്ലാത്ത ഹാത്ത അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂൻ കൊടുക്കുക. ഇതാണ് നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു നിയമം. നിർത്തുന്ന സമയത്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം യാ അയ്യുഹല്ലദീൻ, നിർത്തിയ അക്ഷരം നൂനാണ്. നൂനിന്റെ മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ അവിടെ അല്പം ഒന്നുകൂടി ദീർഘിച്ചിട്ട് നീട്ടിയക. ആ നീട്ടുന്നതിന് പേരാണ് മദ്ദ് ആരിദ്. യാ അയ്യുഹല്ലദീൻ, യാ അയ്യുഹല്ലദീൻ. അപ്പോ അല്പം നീട്ടി യാ അയ്യുഹല്ലദീന ആമനു, അവിടെ നീട്ടാനുണ്ടായത് കൊണ്ട് അങ്ങനെയാണ് നിർത്തേണ്ടത്. ആമനു ലാ, അവിടെ നിർത്തിയപ്പോ അങ്ങനെയാണ് നിർത്തേണ്ടത്. ലാ തത്തഖിദു, അവിടൊക്കെ നീട്ടാനുള്ള സ്ഥലമാണ്. അപ്പൊ നീട്ടാനുള്ള സ്ഥലത്തൊക്കെ നിർത്തുമ്പോൾ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ബിതാന ആണ്, ആ താഇനെ ഹാ ആയിട്ട് കൊടുക്കുക. ബിതാന സുക്കൂനാക്കണം. ആ തൻവീൻ ഫത്ത് അല്ല, ആ താഇനുള്ള തൻവീൻ ഫത്ത് അല്ല. അവിടെ ബാക്കിയുള്ള അക്ഷരത്തിനൊക്കെ തെൻവീൻ ഫത്ത് വരുമ്പോൾ തെൻവീൻ ഫത്തോട് കൂടെയാണ് ഓതേണ്ടത്. ബിതാനത എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്, താഇനല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു മാത്രം. ഷൈഅൻ എന്നുള്ളത് ഷൈഅ, ബസീറൻ എന്നുള്ളത് ബസീറ എന്നാണ് പറയേണ്ടത്. ഇവിടെ ബിതാന. അപ്പൊ നീട്ടാനുള്ളത് ഹാ താ തൻവീൻ ഫത്ത്. ഈ തൻവീൻ ഫത്ത് എന്ന് പറയുമ്പോൾ ഹാ താ അതിൽ പെടില്ല. തൻവീൻ ഹാ താ എവിടൊക്കെ എങ്ങനെ കണ്ടാലും അവിടെയാണ് നിർത്തുന്നതെങ്കിൽ ആ ഹാ താ മാറിയിട്ട് ഹാ ആയിട്ട് കൊടുക്കണം. ഹാന് സുക്കൂനും കൊടുക്കണം. ബിതാന അൽ ഖാരിയ, അവിടെ താ ആണല്ലോ ഉള്ളത്, ആ താ അതിനെ മാറ്റിയിട്ട് ഹാ ആക്കി മാറ്റി. ബിതാനതം മിൻ ദൂനിക്കും. അപ്പോ ഇത് ഒന്ന് ശ്രദ്ധിക്കുക. നിർത്തുന്ന സ്ഥലം ഒന്ന് ശ്രദ്ധിക്കുക. നിർത്തുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ശദ്ദുള്ള നൂന്, ശദ്ദുള്ള മീമ്, ഇവ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ്ദുകൾ ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങളാണ്, സുക്കൂനുള്ള മീമിന്റെ നിയമങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അക്ഷരങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊന്ന് ഉച്ചരിച്ചുകൊണ്ട് ഒന്ന് ഓതിയാൽ തന്നെ നമുക്ക് നമ്മുടെ ഓത്ത് ഒന്ന് മനോഹരമാക്കാൻ കഴിയും.
നമ്മളത് ശ്രമിക്കണം. നമ്മുടെ ക്ലാസ് കേൾക്കുക, അതിൻ്റെ കൂടെ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്പറിലൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഓത്ത് മനോഹരാക്കണം. മനോഹരം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഏതൊരാൾക്കും വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഒന്ന് നീട്ടിയിട്ട് മണിക്കേണ്ട സ്ഥലത്തൊക്കെ ഒന്ന് മണിച്ചിട്ട് അക്ഷരങ്ങളെ ശുദ്ധിയോടുകൂടെ ഒന്ന് ഓതിയിട്ട് ഒന്ന് ഓതിയാൽ തന്നെ നമുക്ക് തന്നെ ഒരു മാറ്റം ഉള്ളത് പോലെ തോന്നും. ഒന്ന് ഓതി നോക്കി. നമ്മുടെ ഓത്തില് ഭംഗി വേണമെന്നില്ല, നമ്മളെ ശബ്ദത്തിന് ഭംഗി വേണമെന്നില്ല, അത് ഓത്തില് അത് ഭംഗി ഉണ്ടാകുന്നത് അതിൻ്റെ നിയമങ്ങളൊക്കെ ഒന്ന് പാലിച്ചുകൊണ്ട് ഓതിയാൽ തന്നെ വളരെ നല്ല ക്ലിയർ ആയിരിക്കും. കുറച്ച് ചില ആളുകൾ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും മാത്രം, ശബ്ദത്തിന്റെ ഒരു ഒരു ഇതും കൂടി ഉണ്ടാവുമ്പോൾ അതിന്റെ ഒരു ഭംഗി കൂടി ഉണ്ടാവും. പക്ഷെ വിശുദ്ധ ഖുർആന്റെ ഒരു പ്രത്യേകത ആ നിയമങ്ങൾ അക്ഷരങ്ങളൊക്കെ ഒന്ന് പാലിച്ചാൽ തന്നെ ഏതൊരാൾക്കും ഒരു മനോഹരമായിട്ടുള്ളൊരു പാരായണമാക്കാനൊക്കെ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്ന് ഓതി നോക്കി. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാന لا تتخذوا بطانة من دونكم لا يألونكم خبالا. അവിടെ കണ്ടില്ല തൻവീൻ ഫത്ഹാണ്. അവിടെ നിർത്തിയപ്പോൾ ഖബാല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഖബാൽ എന്ന് പറയരുത്. തൻവീൻ ഫത്തുള്ള സ്ഥലത്ത് അങ്ങനെയാണ് ഖബാല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ ഒന്ന് ജസ്റ്റ് പറയാണ്. നൂനിന്റെ ശേഷം ബ വന്നാൽ നൂനിന്റെ ശേഷം സുക്കൂനുള്ള നൂനോ തെൻവീനോ വന്ന് അതിന്റെ ശേഷം ബ ആണ് വന്നതെങ്കിൽ ഇവിടെ കണ്ടില്ലേ, നൂനിന്റെ ശേഷം ദാലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിന്റെ നിയമത്തിലേക്കാണ് വരുന്നത്. അതിന്റെ മുമ്പ് ഇതൊന്ന് പറയാന്ന് മാത്രം. നമ്മുടെ ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇതല്ല ഒന്നുകൂടി വിശദമായിട്ട് മുമ്പുള്ള ക്ലാസ്സിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. നൂനിന്റെ ശേഷം ഇവിടെ ദാലാണ് വന്നിട്ടുള്ളത്. ദാലല്ല പറഞ്ഞത്. നൂനിന്റെ ശേഷം ബ വന്നാൽ ബ ഉള്ള സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ ബ ഉള്ള സ്ഥലം വന്നാൽ എന്ത് ചെയ്യണം? ഈ നൂനിനെ മാറ്റി, അല്ലെങ്കിൽ തെൻവീനാണെങ്കിൽ തെൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. അവിടെ നൂനിന്റെ സ്ഥാനത്ത് മീമാക്കി കൊടുക്കണം. അതാണ് നിയമം. ഇനി നൂനിന്റെ ശേഷം ദാലിന് പകരം ഇവിടെ ഇപ്പൊ ദാലാണല്ലോ, അതിന് പകരം ലാമോ റോ ആണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വരുന്ന മില്ലദുൻ മില്ല എന്ന് പറഞ്ഞ എന്ന് വന്നാൽ നൂനിനെ റായിലേക്ക് കൂട്ടി യോജിപ്പിക്കാതെ നൂന് ഇല്ലാത്തത് പോലെ പറയാം. അപ്പൊ റായിനവിടെ കട്ടി ഉണ്ടാവും അല്ലെ, ആ കട്ടിയോട് കൂടെ ഇങ്ങനെ പറഞ്ഞാൽ മതി മിർ റബ്ബിക്. അപ്പോ ആ രൂപത്തിലാണ് പറയേണ്ടത്. നൂന് ഒഴിവാക്കിയ പോലെ പറയുക. അപ്പൊ അടുത്ത അക്ഷരം കട്ടി കൂടുന്നു മാത്രം. അടുത്ത ശരിക്കും അങ്ങനെയല്ല. നൂനിനെ റായിലേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ലാമിലേക്ക് കൊടുക്കുന്നു, ലാമ് കട്ടി കൂടുന്നു, നൂന് ഉച്ചാരണത്തിൽ വരുന്നില്ല. ആ രൂപത്തിലാണ് പറയുന്നത്. നൂനെ അവിടെ ഉള്ളത് പോലെ വരാനേ പാടില്ല. മിർ റബ്ബിക, മിൻ റബ്ബിക എന്നാണ് എഴുതുമ്പോൾ ഉള്ളത്. മിർ റബ്ബിക് അല്ലേ. അപ്പൊ ആ രൂപത്തിലാണ് ഓതേണ്ടത്. പിന്നെ നൂനിന്റെ ശേഷം അല്ലെങ്കിൽ തൻവീന്റെ ശേഷം നൗമി, നൂന് വാവ് മീമ് യാ. ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കൂട്ടി യോജിപ്പിക്കുക. അതിന് പുറമെ എന്ത് ചെയ്യാം? ഒന്ന് മണിക്ക. ഇവിടെ കണ്ടില്ലേ, ബിത്വാനത്തൻ എന്ന തെൻവീന്റെ ശേഷം വന്ന് നൗമി, നൂന് വാവ് മീമ് യാ, മീമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഒന്ന് മണിക്കുകയും ചെയ്യാം. ബിത്വാനത്തമ്മി കൂട്ടി ഇത് ആമ് ചെയ്തു. ഇതിന്റെ കൂടെ ഇത് ആമും ബിഗുന്ന ബിത്വാനത്തമ്മി. അപ്പൊ ഒരു മണിക്കലട വന്നു. അതാണ് ഇദ്ഗാമും ബിഗുന്ന. നമുക്ക് ഓരോ സ്ഥലത്ത് നിന്നുമ്പോൾ നമുക്ക് പിന്നെ പറയാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റാഇൻ്റെതാണ്, അത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാം. അപ്പോ ഈ കാര്യങ്ങൾ ഇദ്ഗാമും ബിഗുന്ന. ഇനി പിന്നെ ഇദ്ഹാറിന്റെ അക്ഷരമാണ് ഹംസ, ഹ, ഐന്, ഗൈന്. ഈ 6 അക്ഷരം നമ്മൾ ചാർട്ടിലേക്ക് നോക്കുക. ഈ 6 അക്ഷരം വന്നാൽ നൂന് വ്യക്തമാക്കി പറയണം. മിൻ എന്ന് വ്യക്തമായിട്ട് പറയാം. അതാണ് എന്ത് ശേഷമുള്ളത്. ഈ പറയപ്പെട്ട 6 അക്ഷരമാണെങ്കിൽ ഇവിടെ ദാലായത് കൊണ്ട് ഇവിടെ മിൻ ദൂനി എന്ന് പറയില്ല, മിൻ. അപ്പോ വ്യക്തമാക്കി പറയാം. അതിന്റെ പേരാണ് ഇദ്ഹാർ. ഇനി ഇതല്ലാത്ത ബാക്കി 15 അക്ഷരങ്ങളുണ്ട്. ഇപ്പൊ 13 അക്ഷരം പറഞ്ഞ അറബിയിൽ 28 അക്ഷരമാണുള്ളത്. 13 അക്ഷരം പറഞ്ഞു. ബാക്കി 15 അക്ഷരം ഏതക്ഷരം വന്നാലും ഇഖ്ഫാ ചെയ്യണം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കൂല, എന്നാലോ വെളിവാക്കുകയും ചെയ്യൂല. രണ്ടിന്റെ ഇടയിലായിട്ട് മിൻ ദൂനി, മിൻ ദൂനിക്കും എന്ന് പറയില്ല. മിൻ
മിൻ മിൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കാതെ മിൻ ദൂനിക്കും ആ രൂപത്തിൽ പറയാം. സുക്കൂനുള്ള നൂനാണ് വിഷയം. ദൂനി എന്നുള്ളിടത്തോടെ സുക്കൂനുള്ള ദൂനി അല്ലെ അടക്കസറാണ്, അത് നമുക്ക് നോക്കണ്ട. അതുപോലെ പറയാം. സുക്കൂനുള്ള നൂൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നൂൻ ഉണ്ടാകും, നൂന് സുക്കൂൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാവില്ല. ഇതാണ് നൂനിൻ്റെത്. അപ്പൊ അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ചാർട്ടൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക, മനസ്സിലാക്കുക. ആരും കാണാൻ പഠിക്കണ്ട, നമ്മൾ ഓത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാണുമ്പോൾ ഇങ്ങനെ തിരിയണം. ഒന്നുകൂടെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല ودوا ما عنتم قد بدت البغضاء من أفواههم من വ്യക്തമായി. കാരണം ശേഷമുള്ളത് ഹംസയാണ്, ഇദ്ഹാറിന്റെ അക്ഷരമാണ്. ഹ ആ ഇ ഉ ഇതൊക്കെ ഇദ്ഹാറിന്റെ അക്ഷരമാണ് അല്ലേ. ആ ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ. മിൻ അഫ്വാഹിഹിം വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ قد بينا لكم الآيات. തായിന് വഖഫ് ചെയ്തു, തായിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പിൽ ഒരു യാഇന്റെ ശേഷം ഒരു അലിഫുണ്ട്. ഒരു അലിഫ് നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് നിർത്തുമ്പോൾ അല്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ആയാത് അത് ബയ്യന്ന ശബ്ദുള്ള നൂനാണ്. ഒന്ന് മണിക്ക, ഞാൻ ഒന്നുകൂടി പ്രസ് ചെയ്യണേ, പ്രത്യേകം അവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാന്ന് മാത്രം. അത്ര പ്രസ് ചെയ്യണ്ട. അത് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഅഖിലൂൻ. ഇവിടെ രണ്ട് സ്ഥലത്ത് സുക്കൂനുള്ള നൂന് വന്നു. ഈ രണ്ടും വ്യക്തമാക്കിയില്ല, ഒഴിവാക്കുകയും ചെയ്തില്ല. എന്താ കാരണം? ശേഷമുള്ളത് ഇഖ്ഫാന്റെ 15 അക്ഷരത്തിൽപ്പെട്ട അക്ഷരമാണ് കാഫും ഒന്ന് താവും. ഇൻ കുൻ, മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ നോക്കി. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر. ഇവിടെ ഖദ് ബദത്തിൽ ബഗ്ളാ അല്ലേ, അവിടെ നിർത്തിയപ്പോൾ ഹംസക്ക് സുക്കൂൻ ചെയ്തു. അതിന് മുമ്പ് എന്താണ്? അലിഫ് നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നു. ബഗ്ളാ എന്ന് പറഞ്ഞതിന് ശേഷം ഉ എന്ന ഹംസ വന്നു. അതേ വാക്കിലായതുകൊണ്ടാണ് മദ് മുത്തസിലാണ്. അടുത്ത വാക്കിലാ വരുന്നെങ്കിൽ മദ് മുൻഫസിലാണ്. قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. നൂനെ നിർത്തി തൊട്ട് മുമ്പുള്ള നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് നിർത്തുമ്പോൾ തഖിലൂൻ മദ് ആരി തോന്നും. ها أنتم أولئك تحبونهم ولا يحبونكم ها أنتم أولئك മത്തക്ഷരത്തിന് ശേഷം ഹംസ വന്ന അതേ വാക്കിലാണ്. അത് മുത്തസിലാണ്. ഉലായി ഹാ എന്നുള്ളത് വേറെ ഒന്നും, അന്ത് എന്നുള്ളത് വേറെ ഒന്നുമാണ് അല്ലേ. അത് മുൻഫസിലാണ്. ഏതായാലും നമ്മുടെ മദ്ദുണ്ട്. تحبونهم ولا يحبونكم وتؤمنون بالكتاب كله. നിർത്തിയപ്പോൾ ഹാ ഇന് സുക്കൂൻ കൊടുത്തു. കുല്ലിഹ് എന്ന് പറയില്ല, കുല്ലിഹ്. وإذا لقوكم قالوا وإذا لقوكم ഇതിനു മുമ്പ് നമ്മൾ റാഇന്റെ നിയമമാണ് പറയാം എന്ന് പറഞ്ഞല്ലേ. നോക്കി ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. റാഇന് ളമ്മ് വന്നാൽ ഫത്ഹും ളമ്മും അതൊക്കെ തർഖീഖിന്റെ സമയങ്ങളാണ്. സുദൂറുഹും അല്ല തഫ്ഖീം. റാഇന് ളമ്മും ഫത്ഹും ഒക്കെ തഫ്ഖീമിന്റെ സമയമാണ് അല്ലേ. തഫ്ഖീം എന്നല്ലേ പറഞ്ഞേ അല്ലേ. ഇൻഷാ അല്ലാഹ് തഫ്ഖീമാണ്, വായ നിറച്ച് പറയേണ്ടതാണ്. സുദൂറുഹും അക്ബർ. റാഇന് സുക്കൂന് വഖഫ് ചെയ്തപ്പോൾ
വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ റാഇന് ളമ്മാണ്. അക്ബറു ഖദ് ബയ്യന്നാ ലകുൽ ആയാത്ത്. അക്ബർ നിർത്തിയപ്പോൾ റാഇന് സുക്കൂന്, മുമ്പുള്ളത് ഫത്ഹാണ് അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തഫ്ഖീമാണ് വരിക. ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ഇൻ കുൻതും തഖിലൂൻ. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. മീമിന്റെ നിയമങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. മീമിന്റെ നിയമങ്ങൾ വളരെ എളുപ്പമാണ്. മീമിന് ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. മീമിന് ശേഷം ബ വന്നാൽ മറച്ച് മണിക്കുക. നേരത്തെ പറഞ്ഞ ഇഖ്ഫ പറഞ്ഞാൽ മറച്ച് മണിക്കുക. ബാക്കിയുള്ളതൊക്കെ വന്നാൽ മീം വ്യക്തമായിട്ട് പറയണം. തുഹിബ്ബൂനഹും. ബാക്കി 26 അക്ഷരങ്ങളുണ്ട്. മീമിന്റെ നിയമത്തിൽ 26 അക്ഷരവും ഇഖ്ഫയുടെ അക്ഷരങ്ങളാണ്. മീമും ബാവും. മീമ് ഇദ്ഗാമും ബിഗുന്നയാണ്, ബ ഇഖ്ഫ ആണ്. ബാക്കി ഏത് വന്നാലും വ്യക്തമാക്കണം. ഉദാഹരണത്തിന് തുഹിബ്ബൂനഹും വല വ്യക്തമാക്കുക. മീമ് സുക്കൂൻ കൊടുത്തിട്ട് പറയാം. തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ. ഇവിടുന്നാണ് ലാഇന് സുക്കൂൻ കൊടുത്തു, തൊട്ടുമ്പോൾ യാഇന് സുക്കൂനാണ്, അതിന് മുമ്പ് ഫത്ഹ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മദ് ലീന് വരും. ലീനിന്റെ അക്ഷരം യാ വാവ്, അത് രണ്ടിലും സുക്കൂൻ ഉണ്ടാവണം. വഖഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് യാവും വാവും അതിന് സുക്കൂൻ ആവുകയും തൊട്ട് മുമ്പ് ഫത്ത് ആവുകയും ചെയ്ത മദ് ലീന് വരും. മിനൽ ഗൈള് ഖുൽ മൂതു ബിഗൈളികും ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. ഇവിടെ തൻവീൻ അലീമുൻ എന്ന തൻവീന് ബ വന്നു. തൻവീനിന് ബ ആയതുകൊണ്ട് മാറ്റി മീമാക്കി കൊടുത്തു. ഇന്നല്ലാഹ അലീമും ബിദാതിസ് സുദൂർ. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها. يفرحوا راء فتحان فتايا تفخيمان واي نرچ പറയാം. يفرحوا بها وإن تصبروا راء ളമ്മാണ്. ളമ്മ് വന്നാൽ ഫത്ത് വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, മുമ്പുള്ള ശേഷമുള്ള ഒന്നും നോക്കണ്ട. وتتقوا لا يضركم كيدهم شيئا وتتقوا لا يضركم كيدهم شيئا. تنوين فتحان شيئا يضر لا അവിടെ റാഇന് ളമ്മാണ്. إن الله بما يعملون محيط. إن ശദ്ദുള്ള നൂനാണ് മണിക്കണം. ശദ്ദുള്ള നൂനും മീമും മണിക്കണം. മുഹീത്ത് ത്വാഇന് സുക്കൂന് മുമ്പുള്ള നീട്ടാനുള്ളത് മദ് ആരിൽ തോന്നും. മദ് ആരിൽ അല്ല, പുതിയ ഒരു മദ് ഉണ്ടാവുകയാണ്, നിർത്തിയപ്പം വരാണ്. ഇല്ലെങ്കിൽ മദ് ഉണ്ടാവുക ഇല്ല. ഇങ്ങനെ ബിമാ യഅമലൂന മുഹീത്തു വഇദ് ഗദൗത്. അവിടെ ആയത്തിന്റെ അവസാനമാണ്, അപ്പൊ നിർത്തി അല്ലേ? ആയത്തിന്റെ അവസാനം നമ്മൾ നിർത്തണമല്ലോ. ഞാൻ നിർത്താൻ നിർബന്ധമൊന്നുമില്ല. നിർത്തിയിട്ടില്ലെങ്കിലും
എങ്ങനെയാണ് ഓതുക? അതുകൊണ്ടാണ് അവിടെ തൻവീൻ ലൊമ്മ് കൊടുത്തിട്ടുള്ളത്. ആ തൻവീൻ ലൊമ്മ് എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നിർത്തുന്നില്ലാതെ ഒരാൾ ഓതുകയാണ് തൻവീൻ ലൊമ്മിന്റെ ശേഷം വാവ് എന്നാൽ ഇത് കാവും ബിഗുന്നാക്കി ഓതണം. മുഹീത്തും വഇദ്, മുഹീത്തും വഇദ്, മുഹീത്തും വഇദ്, ല്ലേ? അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇൻ തംസസ്കും ഹസനതുൻ തസുഉഹും إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال. ഇവിടെ ലാമിന് സുക്കൂന് മുമ്പ് നീട്ടാനുണ്ട്, മദ് ആരിൽ വന്നു. വല്ലാഹു സമീഉൻ അലീം. തൻവീന് ശേഷം ഐന് വന്നു. ഇല്ലാത്ത അക്ഷരമാണ് ഹംസ ഹ ഐന് ഗൈന്. ഇവിടെ ഐന് വന്നു. സമീഉൻ എന്ന തൻവീന്റെ ശേഷം ഐന് വന്നു. ഇദ് ഹമ്മ ത്വാഇഫതാനി മിൻകും ഇദ് ഹമ്മ കൂട്ടി വായിക്കൽ ഇങ്ങനെ താഇനെ ത്വായിലേക്ക് കൂട്ടി വെച്ചു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്, രണ്ടാമത്തെ അക്ഷരമാണ് ഉച്ചരിക്കേണ്ടത്. ഒന്നാമത്തെ അക്ഷരം ഉച്ചരിക്കുകയില്ല. അപ്പൊ ഇവിടെ രണ്ടാമത്തെ അക്ഷരം അവിടെ താ ഇല്ലേ, അപ്പൊ താ ആക്കി പറയണോ എന്നുള്ളതൊന്നും വേണ്ട. രണ്ടാമത്തെ അക്ഷരം ത്വ ആണ്, ത്വ പറയുക. ഈ നേരെ മറിച്ച് ത്വ ആദ്യം വന്ന് പിന്നെയാണ് താ വന്നെങ്കിൽ അപ്പൊ പിന്നെ താ ആക്കിയിട്ടാണ് പറയേണ്ടത്. ത്വ അല്ല, രണ്ടാമത്തെ അക്ഷരം അതാണ് പറയേണ്ടത്, ഒന്നാമത്തെ അക്ഷരം പറയേണ്ടതില്ല. അത് കൂട്ടി വായിക്കുക. ഇദ് ഹമ്മത് ത്വാഇഫതാൻ, ല്ലേ? പിന്നെ അതിന് ശേഷം മദ്ദുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നത് അതേ വാക്കിലും മദ് മുത്തസ്സിലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇദ് ഹമ്മത് ത്വാഇഫതാനി മിൻകും, ശബ്ദമുള്ള മീം ഉണ്ടാണ്, മണിക്കണം. ഇദ് ഹമ്മത് ത്വാഇഫതാനി മിൻകും അൻ തഫ്ശല. ഇവിടെ ഇഖ്ഫ ആണ്, ഇഖ്ഫയുടെ അക്ഷരമാണ് ശേഷമുള്ളത്. അൻ തഫ്ശല വല്ലാഹു വലിയുഹുമാ, വലിയുഹുമാ അലിഫാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. 122ാമത്തെ ആയത്താണ് ഓതിയത്. ഒന്നുകൂടി ഓതി നോക്കുന്നു. ഇദ് ഹമ്മത് ത്വാഇഫതാനി മിൻകും അൻ തഫ്ശല വല്ലാഹു വലിയുഹുമാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. 23 കഴിഞ്ഞ ആയത്ത് 122 ഇത് 123. വലഖദ് നസ്റകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നസ്റ റായിന് ഫത്ഹാണ്. നസ്റകുമുല്ലാഹു നസ്റകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. ബിബദ്രിൻ റായിന് കസ്റാണ് വന്നിട്ടുള്ളത്. റായിന് കസ്റ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്, ഒന്നുകൂടി പ്രത്യേകമായിട്ട് പറയുന്നു. റായിന് കസ്ർ വന്നാൽ തർക്കീക്കാണ് ചെയ്യേണ്ടത്, അല്ലേ? തഫ്ഖീം അല്ല, വായ നിറച്ചല്ല, നേർപ്പിച്ചു കനം കുറച്ചിട്ടാണ് പറയേണ്ടത്. ബിബദ്രിൻ എന്ന് പറയില്ല. ബിബദ്രി വഅൻതും അദില്ല.
റായിന്റെ കസർ വന്നാൽ എന്ത് ചെയ്യണം? സാധാരണ നമ്മൾ അക്ഷരം പറയുമ്പോൾ ബ ബി ബു ല ത തി തു സ സി സു ഇങ്ങനെ പറയാം. റായിന് റ റി റു എന്ന് പറയില്ല, റ രി റു. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം തൻവീൻ കസറാണ്. ബിബദിരി വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ വലഖദ് നസറകുമുല്ലാഹു ബിബദിരി വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. 124 ഇത് തഖൂലു ലിൽ മുഅ്മിനീന അലയ്യ നൂന്റെ ശേഷം നൗമി നൂന് വാവ് മീം യാ ഇത് ഗാവും ബിഗുന്നയുടെ അക്ഷരമാണ്, കൂട്ടി യോജിപ്പിക്കാൻ മണിക്ക. അലയ്യ നൂനെ പറയില്ല, നൂന് ഉച്ചാരണത്തിൽ വരുന്നില്ല, നൂന് അവിടെ ഇല്ലാത്തതുപോലെ എന്ന് പറഞ്ഞാൽ നൂനിന് യാ ഇലേക്ക് കൊടുത്തു, ഇനി അവിടെ നൂനില്ല. അലയ്യക്ഫിയകും അയ്യുമിദ്ദകും അയ്യുമിദ്ദകും അയ്യു അയ്യു നൂനില്ല, അയ്യുമിദ്ദകും അയ്യുമിദ്ദകും റബ്ബുകും ബി. കണ്ടില്ല, അവിടെ മീമിന്റെ ശേഷം ബ ആണ്, ഇഖ്ഫാണ്. മീമിന്റെ നിയമങ്ങൾ ഓർമ്മയിലുണ്ടാകും. മീമിന്റെ നിയമങ്ങൾ 3 എണ്ണമാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്ന, മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ, മീമിന്റെ ശേഷം ഇവിടെ ബ ആണ് വന്നിട്ടുള്ളത്, ഇഖ്ഫാ ചെയ്യണം. ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇദാന്റെ അക്ഷരങ്ങളാണ്, വെളിവാക്കേണ്ട അക്ഷരങ്ങളാണ്. റബ്ബുകും ബി റബ്ബുകും ബി 3000. റബ്ബുക്കും ബി 3000 എന്ന് പറയരുത്. റബ്ബുക്കും ബി 3000 മിനൽ മലായികതി മുൻസലീൻ. മുൻസ ഫത്ഹാണ്, കസറായി പോകാൻ സാധ്യതയുണ്ട്. മുൻസലീൻ. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3000 من الملائكة منزلين. 125 بلى إن تصبروا وتتقوا بلى مد منفصل بلى إن تصبروا إخفاء തസ്ബിറു റാഇന് ളമ്മാണ്, തഫ്ഖീം ചെയ്യണം. ഇൻ തസ്ബിറു വതത്തഖൂ വയഅതൂകും മിൻ ഫൗരിഹിം. ഇവിടെ മീമിന്റെ ശേഷം മീം വന്നു, ഇദ്ഗാമുൻ ബിഗുന്നയാണ്. നൂൻ പിന്നെ മീമിന്റെ നിയമമാണ്. മീമിന്റെ നിയമം മീമിന്റെ ശേഷം മീം വന്നാൽ ഇദ്ഗാമുൻ ബിഗുന്ന, കൂട്ടി യോജിപ്പിക്കാൻ മണിക്ക. വയഅതൂകും മിൻ ഫൗരിഹിം, ഫൗറി എന്നല്ല ഫൗരിഹിം. റായിന് തർക്കീക്ക് ചെയ്യണം, നിർപ്പിക്കണം, കനം കുറക്കണം. മിൻ ഫൗരിഹിം ഹാദാ വയഅതൂകും മിൻ ഫൗരിഹിം വയഅതൂകും മിൻ ഫൗരിഹിം ഹാദാ യുംദിദുകും യുംദിദുകും റബ്ബുകും ബിഖംസ റബ്ബുകും ബിഖംസ റബ്ബുക്കും ബിഖംസ. മീമിന്റെ ശേഷം ബാവൊന്ന് ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ച് മണിക്ക. റബ്ബുക്കും ബിഖംസത്തി എന്ന് പറയാതെ റബ്ബുക്കും ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5000 من الملائكة ربكم ب5000 من الملائكة مسومين. وما جعله الله إلا بشرى تفخيما إلا بشرى لكم ولتطمئن قلوبكم به നിർത്തി ബിഹ് നിർത്തുന്നതിന് മുമ്പ് സുക്കൂനുള്ള മീമിനെ ഭാവം ഇഖ്ഫാ ചെയ്യണം.
വമൻ നസ്റു മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. നസ്റു റായില് വമൻ നസ്ർ അവിടെ നിർത്താണെങ്കിലോ വമൻ നസ്ർ റായിന് സുക്കൂന് മുമ്പ് സുക്കൂന് അതിന് മുമ്പ് ഫത്ഹാണ്. അപ്പൊ ഇവിടെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്. ഇവിടെ യാ ആണെങ്കിൽ ഇപ്പോ റായിന് മുമ്പുള്ള അക്ഷരം യാ ആണെങ്കിൽ അപ്പൊ തർഖീഖാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ തഫ്ഖീമാണ്. ഉദാഹരണത്തിന് ഖൈർ ഖൈർ അവിടെ റായിന് സുക്കൂന് മുമ്പ് യാ ആയതുകൊണ്ട് മുമ്പ് യാന് സുക്കൂനാണ്, ഇതിന്റെ മുമ്പ് ഫത്ഹാണ്. ഇങ്ങനെയുള്ള സ്ഥലം റായിന് തഫ്ഖീം ചെയ്യേണ്ട സ്ഥലമാണ്. ഇവിടെ അല്ല ഖൈർ എന്നുള്ളടത്ത് തർഖീഖാണ് ചെയ്യേണ്ടത്. ഇവിടെ നസ്ർ പോലത്തെ യസ്ർ ഫജ്ർ ഇവിടൊക്കെ എന്താണ് തഫ്ഖീമാണ് ചെയ്യേണ്ടത്. വമൻ നസ്റു അവിടെ നിർത്തും. വമൻ നസ്റു വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم. ليقطع طرفا من الذين كفروا ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. كفروا അവിടെ തഫ്ഖീം ചെയ്യണം. طرفا അതിന് ഫത്ത് ആണല്ലോ. ليقطع طرفا ഇദ്ഗാം ബിഗുന്നയാണ്. طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين. ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون. മിനൽ അംരി റായിന് കസ്റാണ്. മിനൽ അംറി എന്ന് പറയില്ല. മിനൽ അംരി ഷൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. ലൈസ ലക മിനൽ അംർ അവിടെയും തഫ്ഖീമാണ് നിർത്തുമ്പോൾ. 129 വലില്ലാഹി ലില്ലാഹി വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. റായിന് സുക്കൂന് മുമ്പ് ഫത്ഹ ആകുമ്പോൾ അവിടെയും തഫ്ഖീമാണ് ചെയ്യേണ്ടത്. റായിന് സുക്കൂന് മുമ്പ് കസ്ർ ആണെങ്കിൽ തർഖീഖ് അർനറ ഇർ. അതിന് ശേഷമുള്ള അക്ഷരം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് എത്തുമ്പോൾ പറയാം ഇൻഷാ അല്ലാഹ്. യഗ്ഫിറു ലിമൻ യശാ. ഇവിടെ നോക്കി യഗ്ഫിറു എന്നുള്ളിടത്ത് നമ്മൾ നിർത്താണെങ്കിൽ യഗ്ഫിർ യഗ്ഫിർ റായിന് സുക്കൂന് മുമ്പ് കസ്ർ ആയതുകൊണ്ട് ഇവിടെ നിർത്തുമ്പോൾ യഗ്ഫിർ യഗ്ഫിർ എന്നല്ല യഗ്ഫിർ എന്നല്ല യഗ്ഫിർ എന്നല്ല യഗ്ഫിർ. റായിന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. ഇനി അതിന് ശേഷമുള്ള അക്ഷരം അവിടെ നിർത്തുമ്പോ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കൂട്ടി ഇടയിലേക്ക് വരുമ്പോ അവിടെ ഒരു നിയമമുണ്ട്. അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ വല്ലാഹു ഗഫൂറുർ റഹീം. ഒന്നുകൂടെ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്
يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. ഇവിടൊക്കെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്. يا أيها الذين آمنوا لا تأكلوا الربا റായിന് കസർ വന്നു, തർക്കീക്ക് ചെയ്യണം. ലാ തഅകുലു കൂട്ടി വായിക്കൽ എങ്ങനെ? തഅകുലു റിബ, തഅകുലു റിബ എന്ന് വായിക്കില്ല. നീട്ടാനുള്ള ശേഷം സുക്കൂൻ വന്നാൽ ശബ്ദുൽ അക്ഷരങ്ങളൊക്കെ വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതൊന്നും അവിടെ ഉച്ചരിക്കൂല. ലാ തഅകുലു രി എന്ന് വായിക്കില്ല. ലാ തഅകുലു റിബ അദ്ആഫൻ മുളഅഫ أضعافا مضاعفة واتقوا الله لعلكم تفلحون. يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. 131 واتقوا النار التي أعدت للكافرين. واتقوا النار നേരത്തെ പറഞ്ഞതുപോലെ واتقوا النار എന്ന് വായിക്കരുത്. واتقوا النار التي أعدت അവിടെ മദ്ദുണ്ട്. التي أعدت للكافرين. واتقوا النار التي أعدت للكافرين. واتقوا النار التي أعدت للكافرين. 132 وأطيعوا الله والرسول لعلكم ترحمون. وأطيعوا الله وأطيعوا الله والرسول لعلكم ترحمون. تفخيم ചെയ്യണം. റായിന്റെ സുക്കൂന് മുമ്പ് കസർ അല്ലാത്ത അക്ഷരം വന്നാൽ ഫത്വ ലൊമ്മാണെങ്കിൽ തുർ തഫ്ഖീമാണ് ചെയ്യുക. വായ നിറച്ച് പറയണം. തുർഹമൂൻ. വസാരിഉ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും. വസാരിഉ റായിന് കസർ തർഖീഖ് ചെയ്യണം. വസാരി എന്ന് പറയുന്നത് വസാരിഉ ഇലാ മഗ്ഫിറ إلى مغفرة من ربكم. مغفرة من ربكم. مغفرة إدغام بغنى يعني تنوين ميم نومي نون باب ميم يا إلى مغفرة من ربكم. من را نون اسم راء ونو إدغام بلا غنى. من را من ربكم وجنة عرضها السماوات والأرض. وجنة عرضها السماوات والأرض. وجنة عرضها السماوات والأرض. റായിന് സുക്കൂന് മുമ്പ് ഫത്ഹാണ്. കസർ ആണെങ്കിൽ മാറ്റമുണ്ടാകും. ഇവിടെ ഐന് കസറാണുള്ളത്, അല്ല ഫത്ഹാണുള്ളത്. അർളുഹസ് സമാവാതു, അർളുഹസ് സമാവാത്. നേരെ മറിച്ച് ഇവിടെ ഐന് കസറാണ് വന്നതെങ്കിൽ നേരത്തെ പറഞ്ഞത് നിയമം ഓർമ്മയിലുണ്ടാകണം. റായിന് സുക്കൂന് മുമ്പ് കസറാണ് വന്നതെങ്കിൽ തർഖീഖാണ് ചെയ്യേണ്ടത്. പക്ഷേ ശേഷമുള്ള റായിന് ശേഷമുള്ള അക്ഷരം അതും നമ്മൾ പരിഗണിക്കണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റായ് ഇടയിൽ വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. റായിന് ശേഷമുള്ളത് ഈ അക്ഷരങ്ങൾ വന്നാൽ, ഈ 7 അക്ഷരങ്ങൾ വന്നാൽ ഇത് ഇസ്തിഅലാന്റെ അക്ഷരം എന്ന് പറയും. ഈ ഇസ്തിഅലാന്റെ ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരമാണ് ശേഷമുള്ളത് വന്നതെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈർ എന്നാണ് വായിക്കേണ്ടത്. ശേഷമുള്ളത് ആയതുകൊണ്ട് ഈർ എന്ന് വായിക്കൂല. ശേഷമുള്ള ഇസ്തിഅലാന്റെ അക്ഷരമാണെങ്കിൽ അവിടെ എന്നാണ് വായിക്കേണ്ടത്. ഇവിടെ അല്ല പറഞ്ഞ് അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് അങ്ങനെയുള്ള പദങ്ങൾ എത്തുമ്പോൾ നമുക്ക് പറയാം. അതിനാണ് നമ്മൾ കൂടെ
ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിൽ തുടർച്ചയായിട്ടും ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഖുർആൻ മുഴുവനായിട്ടും നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ഓതുക, കൂടെ ഉണ്ടാവുക. ചില നിയമങ്ങളൊക്കെ എന്തുണ്ട്, നിയമവിരുദ്ധമായ പദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓതി ഓതി കേട്ട് മനസ്സിലാക്കി നമ്മുടെ ഓത്തിൽ അത് കൊണ്ടുവന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് നമ്മുടെ പിഴവുകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ പിഴവുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇനി ഒരു പിഴവില്ലാത്ത രൂപത്തിലേക്ക് മാറ്റണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. وجنة عرضها السماوات والأرض أعدت للمتقين وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون ഇവിടെ അലിഫിന് വസലിന്റെ ഹംസ എന്ന് പറയും. ഇതിന് ഫത്ത് ഇല്ല, ഗസർ ഇല്ല, ലൊമ്മില്ല. പിന്നെ എന്തുകൊണ്ട് ആ എന്ന് വായിച്ചാൽ അല്ലെങ്കിൽ ഈന്ന് വായിച്ചൂടായിരുന്നോ അല്ലെങ്കിൽ ഊന്ന് വായിച്ചൂടായിരുന്നോ എന്ന് പറയാം. അലിഫും ലാമും വന്നാൽ തുടക്കത്തിൽ ആ എന്ന് തന്നെയാണ് വായിക്കേണ്ടത്. അലിഫും ലാമുമാണ് വന്നതെങ്കിൽ അവിടെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമേ, അലിഫും ലാമുള്ള സ്ഥലത്ത് മാത്രമേ ആ എന്ന് വായിക്കുകയുള്ളൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ ഈന്നോ ഊന്നൊക്കെ വായിക്കാൻ പറ്റും. ഇവിടെ ആ എന്നാണ് വായിക്കേണ്ടത്. الذين ينفقون في السراء والضراء والكاظمين الغيظ في السراء അവിടൊക്കെ തഫ്ഖീമാണ്. ഇതിന് പുറമെ മദ് മുത്തസിലാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس ശുദ്ധല്ല നൂനാണ് മണിക്കണം. والله يحب المحسنين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم فاحشة تنوين വന്നു, ശേഷം ഹംസയാണ്. അപ്പോൾ ഇദാർ ചെയ്യണം. فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا ذكروا എന്ന് വായിക്കരുത്, നീട്ടിയിട്ട് വായിക്കരുത്. അത് വസലിന്റെ ഹംസയാണ്. വസലിന്റെ ഹംസ ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരികയില്ല. അതിനെ ഒഴിവാക്കിയിട്ടാണ് فاستغفروا لذنوبهم ومن يغفر നിർത്തിയപ്പോൾ റായിന് സുക്കൂൻ മുമ്പ് കസറ തർഖീഖ് ചെയ്യണം. വമൻ യഗ്ഫിർ നിർത്തുന്നില്ല എങ്കിൽ വമൻ യഗ്ഫിറു الذنوب إلا الله ولم يصروا റായിന് ളമ്മാണ്. പിന്നെ നോക്കണ്ട. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون إلا الله إنون شد الله അല്ലെങ്കിൽ നൗമി ഇതല്ലാതെ മണിക്കുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ മണിക്കരുത്. മീമിന്റെ സ്ഥലത്തോ ഇതൊന്നില്ലാത്ത സ്ഥലത്തൊന്നും നമ്മൾ മണിക്കരുത്. ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ ശദ്ദുള്ള നൂന് മണിക്കുക, ശദ്ദുള്ള മീമ് മണിക്കുക. നൗമി നൂന് വാവ് മീമ് ആയി ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നൊക്കെ വരുമ്പോൾ മണിക്കാന്നല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ മണിക്കാൻ പാടില്ല. أولئك جزاؤهم مغفرة من ربهم
നൂനേശം റാവ് വന്നു, റാവ് ലാമു റാവ് വന്നാൽ എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിക്കുക, മണിക്കണ്ട. മിർ റബ്ബിഹിം വജന്ന ശദ്ദുള്ള നൂന് വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. റായെ സുക്കൂനാണ് അല്ലേ? മിൻ അൻഹാർ. ഇവിടൊക്കെ തഫ്ഖീമാണ് ചെയ്യേണ്ടത്. ഖാലിദീന ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. നിർത്തിയപ്പോൾ നീട്ടാനാണ്. ഫീഹാ വനിഅമ അജ്റുൽ ആമിലീൻ. നൂന് സുക്കൂന് മുമ്പുള്ളത് നീട്ടാനുള്ള യാണ്. മദ് ആരിദ് വന്നു. ഖദ് ഖലത് മിൻ ഖബ്ലികും സുനനുൻ ഫസീറു ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാൻ. ഇവിടെ റായിന് തഫ്ഖീമാണ് ചെയ്യേണ്ടത്. فانظروا كيف كان عاقبة المكذبين. നമ്മൾ തഫ്ഖീം എല്ലായിടത്തും ചെയ്യും. തർക്കീക്കാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ. അവിടെ നമ്മൾ തഫ്ഖീമായിട്ട് ഓതാനൊക്കെ സാധ്യതയുണ്ട്. كيف كان عاقبة المكذبين قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان സുക്കൂന് മുമ്പ് നീട്ടാണ്ട് മദ് ആരിദ് വന്നു. ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 118 മുതലാണ് ഓതിയത്. 20 ആയത്തുകളാണ് ഓതിയത്. മനോഹരമാക്കുക. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ പാരായണം ചെയ്യുക. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായിട്ട് ദുആക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെ ഉദ്ദേശങ്ങൾ പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഈ ഓതിയത് ഖിറാഅത്ത്, ഇനി ഓതാൻ പോകുന്ന ഖിറാഅത്തുകളൊക്കെ നീ പരിപൂർണമായിട്ടും ഖബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ. നീ പ്രതിഫലം നൽകണ റഹ്മാനെ. ധാരാളം ഹസനാത്തുകൾ ഞങ്ങൾക്ക് നീ രേഖപ്പെടുത്തി വെക്കണ റഹ്മാനെ. ഞങ്ങളെ കിതാബുകൾ നീ രേഖപ്പെടുത്തി വെക്കണ റഹ്മാനെ. മീസാൻ എന്ന തുലാസിൽ തൂക്കുന്ന സമയത്ത് ആ തുലാസിനെ കൺകുളിർമയായിട്ട് കാണാനുള്ള സൗഭാഗ്യം നീ തൗഫീഖ് നൽകണ റഹ്മാനെ. നീ തൗഫീഖ് പ്രദാനം ചെയ്യണ റഹ്മാനെ. വളരെയധികം അത്യധികം സന്തോഷത്തോടുകൂടെ അതിലേക്ക് നോക്കി ആനന്ദിക്കാനുള്ള ആ ഒരു വലിയ മഹത്തായ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനെ. സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. ഞങ്ങൾ പ്രേക്ഷകരിൽ ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നീ സലാമത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണമായിട്ടും നീ ശിഫ നൽകണ റഹ്മാനെ. രോഗമുള്ളവരുണ്ട്, രോഗങ്ങളൊക്കെ നീ പരിപൂർണമായിട്ടും ശിഫ നൽകണ റഹ്മാനെ. ആജിലായ ശിഫ നൽകണ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ റബ്ബേ. പരിപൂർണ മുക്തി നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗവും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആർക്കും തന്നെ നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. ധാരാളം കാലം ദീനിന്റെ സേവനം ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രായമുള്ളവരുണ്ട്, 85 വയസ്സുള്ള ആളുകളുണ്ട് റഹ്മാനെ റബ്ബേ. റഹ്മാനെ റബ്ബേ, അതിലും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും കുട്ടികൾ, യുവാക്കള്, സഹോദരി സഹോദരന്മാര്, ഉപ്പമാര്, ഉമ്മമാര് റഹ്മാനെ റബ്ബേ, എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആന്റെ ക്ലാസ് മനസ്സിലാക്കിയിട്ടാണ് റഹ്മാനെ റബ്ബേ വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കയറിയിട്ടുള്ളത്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ആഖിബത്തിനെ നന്നാക്കി തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ട് റഹ്മാനെ റബ്ബേ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ നിർവഹിച്ചുകൊണ്ട് റഹ്മാനെ റബ്ബേ ഒരുപാട് ആളുകൾ പോയവരുണ്ട് റഹ്മാനെ റബ്ബേ. ഉംറയിലുള്ളവരുണ്ട് റഹ്മാനെ റബ്ബേ. പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട്, ഈ അടുത്ത കാലങ്ങളിലായിട്ട് പോകാൻ ഉദ്ദേശിച്ചവരുണ്ട് റഹ്മാനെ റബ്ബേ. ഹജ്ജിന് കൊടുത്തവരുണ്ട് സീറ്റ് റഹ്മാനെ റബ്ബേ.
റഹ്മാനേ റബ്ബേ ഉദ്ദേശമുള്ളവരുടെ എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഒന്ന് സിയാറ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനേ റബ്ബേ നമ്മളെ സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അറിയാതെ തന്നെ ഒരുപാട് ആളുകൾ നമ്മളുമായി സഹകരിക്കുന്നുണ്ട്. റഹ്മാനേ റബ്ബേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണം. റഹ്മാനെ റബ്ബേ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നീ ധാരാളം ഹസനാത്തുകൾ ഏതായാലും നൽകും. റഹ്മാനേ റബ്ബേ നീ അതൊക്കെ ഖബൂലാക്കി നീ ഇരട്ടി ഇരട്ടി പ്രതിഫലം നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വിധ പ്രയാസങ്ങളുണ്ട്. റഹ്മാനേ റബ്ബേ പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രയാസമുള്ളവർ അതൊക്കെ വിട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി തരണേ. റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിലും കുടുംബജീവിതത്തിൽ മക്കളിൽ റഹ്മാനേ റബ്ബേ ഞങ്ങൾ ആരോഗ്യത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജോലികളിൽ ഞങ്ങളെ ജോലികളിൽ റഹ്മാനേ റബ്ബേ കച്ചവടങ്ങളിൽ മറ്റുള്ള സംരംഭങ്ങളിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. വിദേശത്തുള്ളവരുണ്ട് റഹ്മാനേ റബ്ബേ അതുപോലെ തന്നെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായിട്ട് കർണാടക അതുപോലെ തന്നെ തമിഴ്നാട് ലക്ഷദ്വീപ് അന്തമാൻ തുടങ്ങിയ മറ്റുള്ള അനേകം നാടുകളിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ സഹോദരി സഹോദരന്മാരുണ്ട്. റഹ്മാനേ റബ്ബേ നമ്മുടെ പ്രേക്ഷകരുണ്ട്. റഹ്മാനേ റബ്ബേ അവർക്കൊക്കെ എല്ലാം നിലക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. വിവാഹ പ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകൾ നൽകണം റഹ്മാനെ. റഹ്മാനേ റബ്ബേ വല്ലതും കിട്ടാനുള്ളവരെ കൊണ്ട് റഹ്മാനേ റബ്ബേ അതൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ഞങ്ങളെ ഇരു ലോകം രക്ഷപ്പെടുത്തണം അല്ലാഹ്. രക്ഷപ്പെട്ട യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. റഹ്മാനേ റബ്ബേ ഞങ്ങളെ മക്കളെയും നിന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ദീനിലും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും മാതാപിതാക്കൾക്കും റഹ്മാനേ റബ്ബേ എല്ലാവർക്കും ഉപകരിക്കുന്നവരാക്കി മാറ്റണേ അല്ലാഹ്. ദീനിന്റെ ഖാദിമീങ്ങളിൽ ഖാദിമാത്തികളിൽ നീ പെടുത്തണേ അല്ലാഹ്. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇതുവരെ പാരായണം ചെയ്തൊന്നുകൂടി പാരായണം ചെയ്യാം. എല്ലാവരും കൂടെ ഓതുക. ശുദ്ധ ഖുർആനിലേക്ക് നോക്കി തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ബിതാനതൻ മിൻ ദൂനികും ലാ യഅലൂനകും ഖബാലാ لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. ها أنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وإذا خلوا عضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط.
وإذ غدوت من أهلك تبوئ المؤمنين مقاعد للقتال والله سميع عليم إذ همت طائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنون ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين بلى إن تصبروا وتتقوا ويأتوكم من فورهم هذا يمددكم ربكم ب5,000 من الملائكة مسومين وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم ليقطع طرفا من الذين كفروا أو يكبتهم فينقلبوا خائبين ليس لك من الأمر شيء أو يتوب عليهم أو يعذبهم فإنهم ظالمون ولله ما في السماوات وما في الأرض يغفر لمن يشاء ويعذب من يشاء والله غفور رحيم يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون واتقوا النار التي أعدت للكافرين وأطيعوا الله والرسول لعلكم ترحمون وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون أولئك جزاؤهم مغفرة من ربهم وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين صدق الله العلي العظيم. നമ്മൾ ഓതിയതൊക്കെ നമ്മുടെ
നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, കുടുംബക്കാർ, അയൽവാസികൾ, കൂട്ടുകാർ എല്ലാവരൊക്കെ ഹദറത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊക്കെ ഹദിയ ചെയ്യുക റഹ്മാനെ റബ്ബെ. അവരൊക്കെ ഹദറത്തിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അവിടൊക്കെ ഹദറാത്തിലേക്ക് നീ എത്തിച്ച് അവർക്ക് നീ സന്തോഷം നൽകണം റഹ്മാൻ. അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. എൻ്റെ മർഹമത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എൻ്റെ റഹ്മത്തിന്റെ കവാടം നീ അവരിലേക്ക് നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. അവർക്ക് എല്ലാം കൊണ്ടും സന്തോഷം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.